തിരുവനന്തപുരം പള്ളിപ്പുറത്ത് മരം വീണ് വീടിന് കേടുപാടുണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ. SKN ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മലയോര മേഖലകളിലടക്കം വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മരങ്ങൾ കടപുഴകി വീണാണ് പല വീടുകൾക്കും കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ എന്ന പ്രദേശത്താണ്. ഇവിടെ വലിയ അളവിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിരവധി കർഷകരാണ് വാഴകൃഷി നടത്തിയിരുന്നത്. പക്ഷേ ആ കർഷകരുടെ വാഴകളൊക്കെ തന്നെ ഈ ശക്തമായ കാറ്റിലും മഴയിലും നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏകദേശം 100ഓളം വാഴ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്ത് തന്നെ നശിച്ചിട്ടുണ്ട്. ഇന്നലെ അനുഭവപ്പെട്ട ശക്തമായ കാറ്റിലാണ് ഈ വാഴകളൊക്കെ തന്നെ ഒടിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ ഏകദേശം ഏക്കർ കണക്കിന് വാഴകൃഷിയാണ് വിവിധ കർഷകർ ഈ മേഖലയിൽ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ മേഖലയിൽ കൃഷി ചെയ്തിട്ടുള്ളത്. അവിടെയാണ് വലിയ അളവിൽ കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. ഇതിന് പുറമെ ഈ വലിയ മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണം പോസ്റ്റിലേക്ക് മരങ്ങൾ വീണം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി പോയ കറണ്ടാണ്. ഈ മേഖലയിൽ ഒന്നും തന്നെ ഇതുവരെയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ആയിട്ടില്ല. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു വീടിന് സമീപത്തുണ്ടായിരുന്ന മരം വീട്ടിലേക്ക് കടപുഴകി വീണു. വീട്ടിലൊരു വയോധിക മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പരിക്കുകളൊന്നും ഇല്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. മാത്രമല്ല ഈ ബാലരാമപുരത്ത് ഇന്നലെ രാത്രി ഒരു വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണിരുന്നു. 5 അംഗങ്ങളുണ്ടായിരുന്ന വീടാണ്. അവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ഈ മറ്റ് പല ഇടങ്ങളിലും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ജില്ലാ കളക്ടറുടെ യോഗം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ എത്ര രൂപയുടെ ഒരു നാശനഷ്ടം ഒപ്പം കൃഷിനാശം ഉണ്ടായി എന്ന് തിരുവനന്തപുരം ജില്ലയിലെ കണക്ക് വ്യക്തമാകൂ. SK. ഓക്കെ, MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.